എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. നമ്മൾ പണ്ട് തൊട്ടേ നിന്ന സ്റ്റാൻഡിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതായത് കഷണ്ടി ആയ ആളുകൾക്ക് ഒരു പരിധി വരെ ഫോളിക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് SCT സ്റ്റെം സെൽസിനെ ആക്ടിവേറ്റ് ചെയ്ത് റിസൾട്ട് വരുത്താം. അതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ 100, 150 എനിക്ക് തോന്നുന്നു 150 150 അങ്ങനെ 130 എങ്ങാണ്ടും നമ്പേഴ്സിലുള്ള ഷോർട്സ് തന്നെ ഇട്ടുണ്ട് ഡിഫറെൻറ്റ് പേഷ്യൻസിൻ്റെ. ആർക്കെങ്കിലും വേണമെങ്കിൽ അത് കണ്ടു നോക്കാം. നമ്മൾ ഒരു ഇതും കൊടുക്കാതെ, അതായത് ഒരു ട്രാൻസ്പ്ലാന്റേഷനും ചെയ്യാതെ, ഒരു ഫെനസ്ട്രൈഡും കൊടുക്കാതെ ചെയ്ത കുറേ റിസൾട്ടുകൾ കിടക്കുന്നത് നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് ചില ആളുകൾ ട്രാൻസ്പ്ലാന്റേഷനെ ജീവിതകാലം മുഴുവൻ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കഷണ്ടി മാറ്റാൻ ട്രാൻസ്പ്ലാന്റേഷൻ ഇല്ലാതെയും പറ്റും എന്നുള്ളൊരു നിലപാടെടുക്കണമൊക്കെ കാണുന്നുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ചിരിയ വരുന്നു. എന്തൊക്കെ കളിക്കണല്ലേ വയറ്റുപഴുപ്പിന്, എന്താ ചെയ്യുക. അപ്പോൾ അതേപോലെ നിലപാട് മാറ്റമൊന്നും നമുക്കില്ല. നമുക്ക് ഇത് തന്നെയാണ്. നമ്മൾ ഇന്നും പറഞ്ഞത് ഒന്നാണ്. ഇന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ റിസൾട്ടൊന്നും ആർക്കും കിട്ടുന്നില്ല. നമ്മുടെ അത്രയും റിസൾട്ട് ഒരാൾക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് കറക്റ്റ്. അതായത് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തവർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാതെ മുടി വളർത്തുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ ഞങ്ങളെ കമത്തി വെക്കാൻ വേറെ ആളുണ്ടാവില്ല. ആ കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. അതിന് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഈ ഫോട്ടോയിലുള്ള വ്യക്തി ഒരു കമ്പനിയിലെ CEO ആണ്. ഗേറ്റൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന സെക്യൂരിറ്റി ഗേറ്റുകളൊക്കെ ഇല്ലേ, വലിയ വലിയ ഗേറ്റ്, അത് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്വന്തമായിട്ട് കമ്പനി നടത്തുന്ന ഒരാളാണ്. അയാൾ ഫുള്ളായിട്ടും എന്താ പറയുക, അത് മറ്റേ സെക്യൂരിറ്റി ഫീച്ചേഴ്സൊക്കെ ഉള്ള ഗേറ്റ്, നമ്മൾ സാധാ ഗേറ്റ് അല്ല. അപ്പോൾ അതിൽ CEO ആണ്. ആൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഉള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഈ ഫോട്ടോയിലുള്ള കാണുന്ന പോലെയാണ് ആൾ എൻ്റെ ഇപ്പോൾ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. ഇതായിരുന്നു ആളെ കണ്ടീഷൻ. ആൾ ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആളെൻ്റെ പേഷ്യൻ്റ് ആണ്. ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞു. SCT ആണ് ചെയ്ത്. ഒരു ട്രാൻസ്പ്ലാന്റേഷനും ചെയ്തില്ല. സ്റ്റെം സെൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ആകെപ്പാട് ചിലവായത് 17,000 രൂപേൻ്റെ താഴെ. മെഡിസിൻ അടക്കം ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ സിറ്റിംഗ് കഴിഞ്ഞു. ബൂസ്റ്റർ, അതായത് 3 മാസം കഴിഞ്ഞിട്ടുള്ള ബൂസ്റ്ററിന് വന്നപ്പോഴുള്ള ഫോട്ടോ, ബൂസ്റ്റർ വന്നപ്പോഴുള്ള ഫോട്ടോ ആണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളി എനിക്ക് ബൂസ്റ്ററൊക്കെ കഴിഞ്ഞ് 3 മാസം, അതായത് ഇപ്പോൾ ടോട്ടൽ ഒരു 7-8 മാസം ഉണ്ടാവും. അപ്പം എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്ന ഫോട്ടോസ്. എങ്ങനെയുണ്ട്? ഈ റിസൾട്ട് കമത്തി വെക്കുമോ? എനിക്ക് തോന്നുന്നില്ല ഒരാൾക്കും കമത്തി വയ്ക്കാൻ പറ്റുമെന്ന്. ആ കാര്യത്തിൽ DLAP-നെ കമത്താൻ ആർക്കും പറ്റില്ല. അതേപോലെ DLAP-നെ കൊടുക്കാനും കുറേ നോക്കുന്നുണ്ട്, അതും ആർക്കും പറ്റില്ല. ശരി.